Good afternoon, all. Good afternoon. Good afternoon, ma'am. Okay, class start ചെയ്യാം. കുറച്ച് ലേറ്റ് ആയി നമ്മള് നല്ല ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് ട്രേഡ് യൂണിയൻ അല്ലെ, ട്രേഡ് യൂണിയൻസിന്റെ റോൾസ് ഓഫ് ഫങ്ഷൻസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആണ് ഫ്ലോ ചാർട്ട് പഠിക്കണം കേട്ടോ. ഇപ്പൊ ട്രേഡ് യൂണിയൻ നമ്മള് പല ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതിൽ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, പർപ്പസിന്റെ ബേസിസിൽ തരംതിരിച്ചിരിക്കുന്നത് നോക്കാം. റിഫോമിസ്റ്റ് യൂണിയൻ, ദെൻ റെവല്യൂഷണറി യൂണിയൻ. ഓക്കെ, രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. ഇപ്പൊ പർപ്പസിന്റെ കീഴിൽ നമ്മൾ അതിനെ തരംതിരിച്ചിരിക്കുന്നതാണ് നോക്കാം. റിഫോമിസ്റ്റ് യൂണിയൻ, ബിസിനസ് യൂണിയൻ, പബ്ലിക് ഫ്രണ്ട്ലി യൂണിയൻ, ദെൻ റെവല്യൂഷണറി യൂണിയൻ, അനാർക്കിസ്റ്റ് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, പ്രഡേറ്ററി യൂണിയൻ, ഡിപെൻഡന്റ് യൂണിയൻ. ഇതാണ് നമ്മുടെ പർപ്പസിന്റെ ബേസിസിൽ ട്രേഡ് യൂണിയനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ, മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ക്രാഫ്റ്റ് യൂണിയൻ, ഇൻഡസ്ട്രിയൽ, ദെൻ സ്റ്റാഫ് യൂണിയൻ ആൻഡ് ജനറൽ യൂണിയൻ. അതിൽ അംഗങ്ങളുടെ ആ ഒരു മെമ്പർഷിപ്പിന്റെ സ്ട്രക്ചർ, അംഗങ്ങളുടെ ആ ഒരു സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാലായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ക്രാഫ്റ്റ് യൂണിയൻ എന്നും, ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്നും, സ്റ്റാഫ് യൂണിയൻ, ദെൻ ജനറൽ യൂണിയൻ. ഓക്കെ, ഇനി ഈ ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് വായിച്ചുള്ളൂ. വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി. കുറെ ടൈപ്പ് യൂണിയൻസിന്റെ പേരുകളാണ്. ഇനി നമുക്കത് ഓരോന്നും പഠിക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്, പർപ്പസിന്റെ ബേസിസിൽ നമ്മൾ ട്രേഡ് യൂണിയനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. According to various purpose that they serve, trade union can be of the following types. നമ്മൾ പറഞ്ഞു പർപ്പസിന്റെ ബേസിസിൽ ട്രേഡ് യൂണിയനെ റീഫോമിസ്റ്റ് യൂണിയൻ എന്നും, ബിസിനസ് യൂണിയൻ എന്നും, ഫ്രണ്ട്ലി ഓർ അഫിലിയേറ്റ് യൂണിയൻ എന്ന് നമ്മൾ തരംതിരിച്ചിരിക്കുന്നു. ദെൻ റെവല്യൂഷണറിന്റെ ബേസിസിൽ വരുന്ന ടൈപ്പുകൾ. അപ്പൊ ഫസ്റ്റ് നമുക്ക് റീഫോമിസ്റ്റ് യൂണിയൻ എന്താണെന്ന് നോക്കാം. The main aim of reformist union is to preserve the capitalist economy and to maintain such type of employee relations that can lead to competitive production. These union also prefer to carry on the prevalent political, economic and social framework. ഇവിടെ പറയുന്നത് എന്താണ്? റിഫോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിഷ്കരണം അല്ലെ. റിഫോമിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പരിഷ്കരണങ്ങൾ, പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. So the main aim of reformist union is, അതിനാൽ തന്നെ റിഫോമിസ്റ്റ് യൂണിയന്റെ മെയിൻ എയിം, പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്യാന്ന്, പ്രിസർവ് ചെയ്യാന്ന്. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, കോമ്പറ്റീറ്റീവ് പ്രൊഡക്ഷൻ, ഒരു മത്സരാധിഷ്ഠിത പ്രൊഡക്ഷനാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്യാപിറ്റലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് റിഫോമിസ്റ്റ് യൂണിയൻ. These unions also prefer to carry on relevant political, economic and social framework. അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹികപരമായിട്ടുള്ള ആ ഒരു ചട്ടക്കൂട്, മീൻസ് ആ ഒരു ഇതിന്റെ ഉള്ളിൽ ഫ്രെയിംവർക്ക് തുടരാനായിട്ടാണ് ഈ ഒരു യൂണിയൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കൂടുതലും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിക്കാണ്. ഓക്കെ, these unions have further been divided into two groups, subgroups. ഈ റിഫോമിസ്റ്റ് യൂണിയനെ തന്നെ നമ്മള് രണ്ട് സബ് ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് ബിസിനസ് യൂണിയൻ എന്നും, ദെൻ ഫ്രണ്ട്ലി ഓർ അഫിലിയേറ്റ് യൂണിയൻ. റിഫോമിസ്റ്റ് യൂണിയന്റെ രണ്ടായിട്ട് വീണ്ടും രണ്ട് സബ് കാറ്റഗറീസ് ആണ് കൊടുത്തിരിക്കുന്നത്, ബിസിനസ്സും ദെൻ ഫ്രണ്ട്ലി ഓർ അഫിലിയേറ്റ് യൂണിയൻ. അപ്പൊ എന്താണ് ബിസിനസ് യൂണിയൻ എന്ന് നോക്കാം. Such unions are set up in such an atmosphere where employee-employer relations are harmonious. അല്ലേ? അതായത് ഒരു എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ലൊരു ഹാർമോണിയസ്റ്റ് ആയിട്ടുള്ള, ഒരു ഐക്യമുള്ള, സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ബിസിനസ് യൂണിയൻ രൂപീകരിക്കുന്നത്. These unions
indulge in collective bargaining with the employers in order to safeguard the interest of employees. ഈ ഒരു യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് യൂണിയൻ എംപ്ലോയീസിനൊപ്പം കളക്റ്റീവ് ബാർഗെയിൻ ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഇൻട്രസ്റ്റിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. The emphasis is laid on the craft rather than class. These unions give greater preference to those negotiations and settlements which are voluntary instead of those which are relucent in nature. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിന് അല്ലെ, നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന് ഒരു ധാർമ്മികമായിട്ടുള്ള അല്ലെ ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്ത് അവരുടെ ഇൻട്രസ്റ്റിനെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സോ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു കൊറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ബിസിനസ് യൂണിയൻ വഴി അവർ ചെയ്യുന്നത്. എംപ്ലോയീസിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി അതില് രണ്ടാമത്തെ യൂണിയൻ ആണ് ഫ്രണ്ട്ലി ഓർ അപ്ലിറ്റ് യൂണിയൻ. ഫ്രണ്ട്ലി ഓർ അപ്ലിറ്റ് യൂണിയൻ നോക്കാം കേട്ടോ. ഫ്രണ്ട്ലി ഓർ അപ്ലിറ്റ് യൂണിയൻ എന്ന് പറയുന്നത് these unions work with intent to uplift the employees morally, socially and intellectually. അല്ലെ, അതായത് എംപ്ലോയീസിനെ സാമ്പത്തികമായും സോഷ്യലി സാമൂഹികമായും ഇന്റലക്ച്വലി മീൻസ് ഒരു എന്താ പറയാ വൈകാരികമായിട്ടും മോറലായിട്ടും എംപ്ലോയീസിനെ നമ്മൾ ഉയർത്തുക എന്നുള്ളൊരു അല്ലെ ആ ഒരു രീതിയിൽ എംപ്ലോയീസിനെ ഉയർത്തുക ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ്. Such union focus on welfare concerns of employees. ഇങ്ങനെയുള്ള ഒരു യൂണിയൻ എംപ്ലോയീസിന്റെ വെൽഫെയറിനെയാണ് കൺസേൺ ചെയ്യുന്നത്. ലൈക്ക് എന്തൊക്കെയാണ്? അവരുടെ ഹെൽത്ത്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് അതർ ബെനിഫിറ്റ്സ്. ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഈ ഫ്രണ്ട്ലി ഓർ അപ്ലിറ്റ് യൂണിയൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. These unions are much more concerned about interest of employee instead of being craft concise. These unions inspire the workers of cooperative enterprises and profit sharing along with the collective bargaining and mutual insurance. So friendly അല്ലെങ്കിൽ അപ്ലിറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന് അവരുടെ എന്താ പറയാ അവർക്ക് സോഷ്യൽ ആയിട്ടും മോറൽ ആയിട്ടും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഹെൽപ്സുകളാണ് കൂടുതലും കൊടുക്കുന്നത്. ദെൻ മോർ കൺസേൺ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിനാണ് അവർ കൺസേൺ കൊടുക്കുന്നത്. ഇപ്പൊ ഇൻഷുറൻസ്, അവരുടെ ഹെൽത്തില്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ നോക്കുക, the union inspire workers for cooperative enterprises sharing along with collective bargaining and mutual insurance. അതായത് കളക്റ്റീവ് ബാർഗെയിനിലൂടെയും ഇൻഷുറൻസിനോടൊപ്പം അതുപോലെ തന്നെ മറ്റ് സഹകരണ സംരംഭങ്ങൾക്ക് കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ചെറിയ ചെറിയ സഹകരണ സംരംഭങ്ങൾക്കൊക്കെ അതിനു വേണ്ടിയിട്ട് എംപ്ലോയീസിനെ പ്രചോദിപ്പിക്കുന്ന ഒരു യൂണിയനാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഇതും കുറച്ചും കൂടി എംപ്ലോയീസിന് വേണ്ടുന്ന ഒരു യൂണിയനാണ്. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ അവരെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു യൂണിയനാണ് ഫ്രണ്ട്ലി ഓർ അപ്ലിറ്റ് യൂണിയൻ. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് റിഫോംസ്റ്റ് യൂണിയൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക, എളുപ്പമാണ് മനസ്സിലാക്കി വായിക്കാം കേട്ടോ. മാക്സിമം ഞാനത് ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒരുപാട് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. ഓരോ ടൈപ്പ് യൂണിയനും ഇപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൂടുതലും എംപ്ലോയി തമ്മിലുള്ള റിലേഷൻ ആണ് വരുന്നത്. ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ യൂണിയനും എന്താണെന്നൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ,
ഓക്കെ, വായിച്ചോ? ബിസിനസ് അപ്പൊ റിഫോമിസ്റ്റ് യൂണിയനിലുള്ള 2 സബ് യൂണിയൻസുകളാണ് ബിസിനസ് യൂണിയനും ഫ്രണ്ട്ലി ഓർ അപ്ലൈറ്റ് യൂണിയൻ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? വായിച്ചിട്ട് 2 യൂണിയൻസുകളും എന്താണ് നിങ്ങളുടേതായ രീതിയിൽ അതിനൊന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കംപ്ലീറ്റ് ഒന്നും പഠിക്കേണ്ട. എന്താണോ ബിസിനസ് യൂണിയനിൽ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്, അങ്ങനെ ഓരോ യൂണിയൻ പഠിക്കുമ്പോഴും അതിൽ അവര് മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ് അതൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് നോക്കാം റെവല്യൂഷണറി യൂണിയൻസ്. റെവല്യൂഷണറി യൂണിയൻസിന്റെ ബേസിസിൽ നമ്മൾ വീണ്ടും യൂണിയൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ യൂണിയൻസ്, അനാർക്കിസ്റ്റ് യൂണിയൻ, ദെൻ പ്രൊഡേറ്ററി യൂണിയൻ, ഹോൾഡ് അപ്പ് യൂണിയൻസ്, ദെൻ ഗർല യൂണിയൻസ്, ഡിപെൻഡന്റ് യൂണിയൻസ്. ഓക്കെ, ഇനി എന്താണ് റെവല്യൂഷണറി യൂണിയൻസ്? Revolutionary unions are based on the widely preferred principles of people. Principle of people, ജനങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ തത്വം അനുസരിച്ചിട്ടുള്ള അതാണ് ഈ ഒരു റെവല്യൂഷണറി യൂണിയന്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then based on these, their prime motive is to replace prevailing system with a new entirely different institutions. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പീപ്പിൾ. പ്രിൻസിപ്പിൾ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ പീപ്പിൾസ് അല്ലെ, ജനങ്ങളുടെ അവരുടെ ഇപ്പൊ ഹോണസ്റ്റിയും ഇന്റഗ്രിറ്റിയും അതുപോലെ അവരുടെ ഒരു സെൽഫ് ഡിസിപ്ലിനും മീൻസ് പീപ്പിളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ അവയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പീപ്പിൾസിന്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഒരു യൂണിയന് കുറെ അടിമുടി മാറ്റങ്ങളൊക്കെ വരുത്തി. റെവല്യൂഷണറി റെവല്യൂഷൻ കൊണ്ട് തന്നെയാണ് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയതും അതുപോലെ തന്നെ കുറച്ചുകൂടി എന്താ പറയാ വ്യത്യസ്തമായതുമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരു യൂണിയനാണ് റെവല്യൂഷണറി യൂണിയൻ. The purpose of such union is to establish socialist and communist system by abolishing private property and system of capitalist. So ഇതിന്റെ മെയിൻ പർപ്പസ്, റെവല്യൂഷണറി യൂണിയൻസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥ അല്ലെ, ക്യാപിറ്റലിസ്റ്റ് അതുപോലെ തന്നെ എന്താണ് മുതലാളിത്ത വ്യവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വകാര്യ സ്വത്ത് എന്നുള്ളതൊക്കെ മാറ്റിക്കൊണ്ട് അതിൽ നിന്നും കുറച്ചും കൂടി മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നാണ് ഈ ഒരു റെവല്യൂഷണറി യൂണിയൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിസ്റ്റിന് അവര് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. റിഫോമിസ്റ്റിന് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് യൂണിയനിൽ പഠിച്ചല്ലോ. റിഫോമിസ്റ്റ് യൂണിയനിൽ അവർ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ റെവല്യൂഷണറിയിൽ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കും അതുപോലെ തന്നെ എന്താ ക്യാപിറ്റലിസ്റ്റ് ആ ഒരു ഇക്കോണമിക്കും അവര് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിനെ നമ്മൾ അടിമുടി മാറ്റുന്നു. ഓക്കെ, ദെൻ ഇനി റിവല്യൂഷണറി യൂണിയൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അതിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. പൊളിറ്റിക്കൽ യൂണിയൻ, അനാർക്കിസ്റ്റ്, പ്രൊഡേറ്ററി. ഓക്കെ, ഇനി എന്താണ് പൊളിറ്റിക്കൽ യൂണിയൻ നോക്കാം. അപ്പോ റെവല്യൂഷണറി യൂണിയൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്യാപിറ്റലിസ്റ്റ് പുതിയ മാറ്റങ്ങൾ യൂണിയനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ക്യാപിറ്റലിസ്റ്റുകൾക്ക് മാറ്റം വരുത്തുന്നു, മുതലാളിത്തത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് നമ്മൾ മാറ്റം കൊടുക്കുന്നു. മീൻസ് അതിനല്ല പ്രാധാന്യം. സോ അവിടെ നമ്മൾ റെവല്യൂഷണറി മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പുതിയ നിയമങ്ങളും പുതിയ വ്യവസ്ഥകളൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി അതിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ ഒരു റിവല്യൂഷണറി യൂണിയന്റെ കീഴിൽ വരുന്ന യൂണിയൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ യൂണിയൻ. പൊളിറ്റിക്കൽ യൂണിയൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സ്വാധീനമുണ്ട്. നോക്കാട്ടോ. Such unions derive their strength from political action for protecting their interest of workers. തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് അല്ലെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു അവർക്ക് ഒരു പിന്തുണ കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ. These unions work in order to reduce the difference between the wages of different workers. Okay, so ഇങ്ങനെ ഒരു യൂണിയൻ എന്ത് ചെയ്യുന്നു? Reduce this union work in order to reduce the difference between wages of different workers. പല വർക്കേഴ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള വേജസുകളായിരിക്കും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ചേർന്നുകൊണ്ട് പൊളിറ്റിക്കൽ യൂണിയൻസുകൾ റിഡ്യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അല്ലെ. ചിലപ്പോ ഇപ്പോ നമ്മൾ ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് എന്താണ് ഇപ്പൊ മെയിൽസിനും ഫീമെയിൽസിനും അവർ ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ സെയിം ആയിരിക്കും അല്ലെ. ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന വേജസിൽ വ്യത്യാസമുണ്ടാകും. സോ ഒരു ഫേമിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വേജസ് ഒക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇങ്ങനെയുള്ള ഒരു യൂണിയൻ
പൊളിറ്റിക്കൽ യൂണിയൻസ് വഴി റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മീൻസ് പാർട്ടികളുടെ ഒരു ഇതുണ്ടാവുമല്ലോ, അവിടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഓക്കെ, പൊളിറ്റിക്കൽ യൂണിയൻ ക്ലിയർ ആണോ? ഇനി അനാർക്കിസ്റ്റ് യൂണിയൻ രണ്ടാമത്തതാണ്. അനാർക്കിസ്റ്റ് യൂണിയൻ. അനാർക്കിസ്റ്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ, അറിയോ? കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ എന്താ പറയാ അനാർക്കിസ്റ്റ്? കേട്ടിട്ടില്ല? അരാജകത്വം എന്ന് കേട്ടിട്ടുണ്ടോ? അരാജകത്വം എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിലെ പ്രോപ്പർ മലയാളം അതാണ് കേട്ടോ. അതിന്റെ അരാജകത്വം എന്നാണ്. കേട്ടിട്ടുണ്ട്, നയന മാത്രം കേട്ടിട്ടുള്ളൂ, കേട്ടിട്ടില്ല. ഓക്കെ, അതിനും നല്ലത് അനാർക്കിസ്റ്റ് തന്നെയാണല്ലേ. ചില മലയാളം എന്താ പറയാ, മലയാളം വാക്കുകളെ കുറച്ച് കടിച്ചപ്പെട്ടാത്തായിരിക്കും അല്ലെ. അപ്പൊ അതിനും നല്ലത് ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് തന്നെയായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അനാർക്കിസ്റ്റ് തന്നെ നോക്കിയാൽ മതി. വേറൊന്നല്ല, വിപ്ലവകരമായിട്ടുള്ള കുറച്ച് എന്താ പറയാ പൊട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വിപ്ലവകരമായിട്ടുള്ളത്. അതാണ് അനാർക്കിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനാർക്കിസ്റ്റ് യൂണിയൻ ആർ ദോസ് യൂണിയൻ which attempt to demolish the prevalent economic system through revolutionary measures. അപ്പോ വിപ്ലവകരമായിട്ടുള്ള നടപടികളിലൂടെ നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ, പ്രിലവന്റ് ഇക്കോണമിക് സിസ്റ്റത്തിന് നമ്മൾ എന്താണ് തകർക്കാൻ ശ്രമിക്കുന്ന യൂണിയനുകളാണ് അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വിപ്ലവകരമാണ് കേട്ടോ. നല്ല സമാധാനപരമായിട്ട് പോകുന്ന ഒരു യൂണിയൻ അല്ല, തികച്ചും വിപ്ലവകരമായിട്ടുള്ള ഒരു യൂണിയൻ. സാമ്പത്തിക നിലവിലുള്ളതിനെ തകർത്ത് എന്താ പറയാ, തകർത്ത് തരിപ്പണമാക്കി പുതിയ രീതിയിലോട്ട് ഒപ്പിക്കുക എന്നുള്ളതാണ് അനാർക്കിസ്റ്റ് യൂണിയനുകൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? വിപ്ലവകരമായിട്ടുള്ള യൂണിയൻ, നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയെ മാറ്റുക. ഓക്കെ, അത്ര ഉള്ളതിൽ പറയാനായിട്ട് കേട്ടോ അനാർക്കിസ്റ്റ് യൂണിയൻ. ഇനി മൂന്നാമത്തത് പ്രെഡേറ്ററി യൂണിയൻസ്. പ്രെഡേറ്ററി യൂണിയൻസ്, പ്രെഡേറ്ററി യൂണിയൻസ് നോക്കുക കേട്ടോ. Such unions do not follow any fixed methodology to work upon. പ്രെഡേറ്ററി യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തഡോളജി ഒന്നും അവർ കീപ്പ് ചെയ്യണില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന നയം മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ, ഇന്ന വ്യവസ്ഥകളാണ് എന്നൊന്നുമില്ല. Then they do not remain confined to just one method and keep on finding new means. അല്ലെ, അതായത് അവര് ഒരേ രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല, ഒരു മെത്തഡോളജി തന്നെ ഉപയോഗിച്ചുകൊണ്ടല്ല ഈ ഒരു പ്രെഡേറ്ററി യൂണിയൻസ് പ്രവർത്തിക്കുന്നത്. പുതിയ മാർഗങ്ങളൊക്കെ അവർ, പുതിയ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ വ്യവസ്ഥകളൊക്കെ അവർ കൊണ്ടുവരുന്നു. Then they can implement any technique which they feel can result in employee welfare. എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടി, എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടി കാരണമാകുന്ന ഏത് പുതിയ ടെക്നോളജിയും അവർ സ്വീകരിക്കുന്നു. ഓക്കെ, then various type of predatory unions are. ഇനി predatory unionsന്റെ രണ്ട് ടൈപ്പുകളാണ് അടുത്തതായിട്ട് പറയുന്നത്. സോ predatory union എന്താണെന്ന് ക്ലിയർ ആണോ? അതായത് അവര് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, പുതിയ പുതിയ മെത്തഡോളജികൾ, മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ദെൻ എംപ്ലോയീസിന് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, പുതിയ ടെക്നിക്സുകളും പുതിയ പുതിയ മാറ്റങ്ങളും കൊണ്ടുവരുന്നു. അതാണ് പ്രെഡേറ്ററി യൂണിയൻ. ക്ലിയർ ആണോ? പ്രെഡേറ്ററി യൂണിയൻ ഓക്കെ ആണോ? ദെൻ ഇനി പ്രെഡേറ്ററി യൂണിയൻസിൽ രണ്ട് എക്സാമ്പിൾ ആണ്, രണ്ട് ടൈപ്പ് ആണ് പറയുന്നത്. ഒന്ന് ഹോൾഡ് അപ്പ് യൂണിയൻസും ദെൻ ഗറില്ല യൂണിയൻസും. ഓക്കെ, ഹോൾഡ് അപ്പും ഗറില്ല യൂണിയൻസും വായിച്ചു നോക്കണോ? അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ മതിയോ? ഇത് രണ്ടെണ്ണം കൂടി പറഞ്ഞോട്ടെ, എന്നിട്ട് വായിച്ചു നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, then hold up unions. എന്താണ് hold up unions നോക്കാം. In large industrial centers which also work as a business union, such a union is to be found. അല്ലേ, നമുക്കറിയാം വലിയ വ്യവസായ കേന്ദ്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ബിസിനസ് യൂണിയനുകളായിട്ടാണ് നമ്മൾ ഈ ഹോൾഡ് അപ്പ് യൂണിയനുകളെ കാണുന്നത്. These unions look like a conventional unions and pay attention to establishing congruence between workers and management interest. ഹോൾഡ് അപ്പ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ബിസിനസ് യൂണിയൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ ഈ ഹോൾഡ് അപ്പ് യൂണിയനില് എന്താ പറയാ, തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും, തൊഴിലാളി എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെയും രണ്ടുപേരുടെയും താല്പര്യങ്ങളിലാണ് അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹോൾഡ് അപ്പ് ചെയ്തത് എംപ്ലോയീസിന്റെ ആണെങ്കിലും മാനേജ്മെന്റിന്റെ ആണെങ്കിലും രണ്ടുപേരുടെയും താല്പര്യങ്ങൾ അവര്
എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. These trade unions operate through collective bargaining and claim to respect law, order and employer-employee agreements. അവര് കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യുന്നു. എംപ്ലോയറുടെ എഗ്രിമെന്റ്സുകളൊക്കെ ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിലൂടെ അവർ സാധിക്കുന്നു. Then, however, in practical term, they do not follow any standard principles. അവരെ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾസ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. Then, there is no genuine concern for the rights and welfare of non-members of it. അല്ലേ? അതായത് അവരെന്താണ്, അതിൽ അംഗങ്ങളല്ലാത്തവരും ഇപ്പൊ അംഗങ്ങളല്ലാത്തവരുണ്ടാവും, അവരുടെ അവകാശങ്ങളിലും ക്ഷേമത്തിലും അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മെയിൻ ആയിട്ട് എന്താണ്, ആ ഒരു യൂണിയനിൽ അംഗങ്ങളായിരിക്കുന്നവരുടെ ക്ഷേമത്തിലും വെൽഫെയറിലൊക്കെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ വർക്കേഴ്സും മാനേജ്മെന്റും ഇവരുടെ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റിന് അവര് സ്വാധീനിക്കുന്നുണ്ട്. ദെൻ രണ്ടുപേരുടെയും ആ ഒരു ഇൻട്രസ്റ്റിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രണ്ടുപേരുടെയും വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾഡ് അപ്പ് യൂണിയൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എംപ്ലോയീസിന് മാത്രമല്ല, മാനേജറിന് മാത്രമല്ല, രണ്ടുപേർക്കിടയിലും. ഓക്കെ, രണ്ടുപേരെയും ഹോൾഡ് ചെയ്യാവുന്ന, ഒന്നിച്ച് ഒരുപോലെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ പേരിൽ തന്നെയുണ്ട് ഹോൾഡ് അപ്പ്. ഓക്കെ, ദെൻ ഇനി അതിൽ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഗറില്ല യൂണിയൻ നോക്കാം. Such union work on concept of non-cooperation with the management of the company. Okay, such union work means what ഉദ്ദേശിക്കുന്നത് മീൻസ് എന്താണ്, യൂണിയനുകൾ മാനേജ്മെന്റുമായിട്ട് വലിയ ടേംസിലല്ലാതെ, നോൺ കോർപ്പറേഷൻ ആണ്, മാനേജ്മെന്റ് ആയിട്ട് വലിയ ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലാത്ത യൂണിയൻ ആണ് ഗറില്ല യൂണിയൻ എന്ന് പറയുന്നത്. In other words, it can be said this union work on undisclosed and phrased methods of negotiation. അല്ലെ? അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് മാനേജ്മെന്റിനോട് മീൻസ് ഒരു നോൺ കോർപ്പറേഷൻ ആണ്, സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ അല്ല. ദെൻ അവരെന്ത് ചെയ്യുന്നു, കുറെ ക്രൂരമായിട്ടുള്ള, കുറച്ചും കൂടി എന്താണ് പറയാ, ഫൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂരമായിട്ടുള്ള, ഇപ്പൊ ചർച്ചാ രീതികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ക്രൂരമായിട്ടുള്ളതാണെന്ന്, മീൻസ് മറ്റ് പല എന്താ പറയാ പോർട്ട് സ്ട്രൈക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിലുള്ള ഒരു ചർച്ചാ നടപടികളല്ല ഈ ഒരു യൂണിയൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാനേജ്മെന്റുമായിട്ടും ഒരു കോർപ്പറേറ്റ് ചെയ്യുന്ന യൂണിയൻ അല്ല. Then this union are opposite to the hold up union. Yes, hold up യൂണിയനേക്കാളും ഓപ്പോസിറ്റ് ആണെന്നത്. ഹോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എംപ്ലോയറുടെയും മാനേജറുടെയും രണ്ടുപേരുടെയും ഇൻട്രസ്റ്റിനെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? പക്ഷെ ഇതെങ്ങനെയാണ്, മാനേജ്മെന്റുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്, ഹോൾഡ് അപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. Then, as they always operate against എംപ്ലോയേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എപ്പോഴും ഈ യൂണിയൻ പ്രവർത്തിക്കുന്നത്. The leaders of such unions are dishonest, untrustworthy, irresponsible and quite too in attitude. സോ ഇതിന്റെ ലീഡേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ഹോണസ്റ്റ് ആയിരിക്കും, സത്യസന്ധരല്ല. അതുപോലെ തന്നെ അൺട്രസ്റ്റ് വേർത്തി, ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ഒരു എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള ഒരു സത്യസന്ധരല്ല. അതുപോലെ വിശ്വസ്തരായിരിക്കില്ല അവര്. റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളും ഇല്ല. അതുപോലെ തന്നെ എന്താണ്, കാര്യങ്ങളൊന്നും നിറവേറ്റുന്ന ആളുകളായിരിക്കില്ല. ഓക്കെ, അതാണ് ഗറില്ല യൂണിയൻ. ഹോൾഡ് അപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. എംപ്ലോയേഴ്സ് ആയിട്ട് നല്ലൊരു ടൈപ്പൊന്നും ഇല്ല. ദെൻ ഒരു ലീഡേഴ്സ് ആണെങ്കിലും ഒരു വിശ്വസ്തത ഇല്ലാത്ത ടൈപ്പ് ലീഡേഴ്സുകളായിരിക്കും. ഓക്കെ, ഹോൾഡ് അപ്പും ഗറില്ല യൂണിയനും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത്, ഹോൾഡ് അപ്പും ഗറില്ല യൂണിയനും. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അതിലൊരു ചെറിയ പോയിന്റ് കൂടി ഉണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ഒന്ന് വായിച്ചോളൂ. റവല്യൂഷണറി യൂണിയനുള്ള 4 യൂണിയൻ ഉണ്ട്: പൊളിറ്റിക്കൽ, അനാർക്കിസ്റ്റ്, പ്രെഡേറ്ററി. ഈ പ്രെഡേറ്ററിയിൽ വന്നിരിക്കുന്ന 2 ടൈപ്പാണ് ഹോൾഡ് അപ്പും ഗറില്ല യൂണിയനും. ഓക്കെ, ദെൻ ഇനി ഒരു യൂണിയനും കൂടി ഉണ്ട്. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് അടുത്തത് പറയാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ അത്രയും ഭാഗം? ഓക്കെ, ഇതിനകത്തുള്ള ഒരെണ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. റവല്യൂഷണറി യൂണിയൻസിൽ തന്നെ 4ാമത്തെ യൂണിയൻ ആണ് ഡിപെൻഡന്റ് യൂണിയൻ. According to Professor Hoxie, there is one more type of union which is known as dependent union. Dependent union എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈപ്പ് യൂണിയനും കൂടി ഉണ്ട്. A key characteristics of such union is that depends on any other form of unions, either fully or partly. So dependent union എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക മെത്തഡോളജിയും കാര്യങ്ങളൊന്നും ഇല്ല. അതർ ഫോംസ് ഓഫ് യൂണിയൻസ്, മറ്റ് യൂണിയൻസുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന യൂണിയനുകളാണ് ഡിപ്പെൻഡന്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. മറ്റ് യൂണിയൻസുകൾ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു യൂണിയൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ റവല്യൂഷണറി യൂണിയൻസുകളൊക്കെ നോക്കി. ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിയൻ, ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പർപ്പസിന്റെ ബേസിസിലുള്ള യൂണിയനുകളാണ്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിയൻ ഓൺ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയനുകൾ ഏതാണ്? ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് ടൈപ്സ് ബേസ്ഡ് ഓൺ മെമ്പർഷിപ്പ് സ്ട്രക്ചർ. അതിലെ അംഗങ്ങളുടെ സ്ട്രക്ചർ അനുസരിച്ച് കൊണ്ടുള്ള യൂണിയൻസുകൾ നോക്കാം. ഫസ്റ്റ് വൺ, ക്രാഫ്റ്റ് യൂണിയൻസ്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം അംഗങ്ങളുടെ അംഗത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്രാഫ്റ്റ് യൂണിയൻസ്. ബീങ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എംപ്ലോയി ഓഫ് സിമിലർ ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ ഓർ ഓക്യുപ്പേഷൻ, ക്രാഫ്റ്റ് യൂണിയൻ ഈസ് സിംപ്ലസ്റ്റ് കൈൻഡ് ഓഫ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് സമാനമായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ക്രാഫ്റ്റ്, ഇപ്പൊ കരകൗശല മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫുഡ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ, അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള തൊഴിൽ മേഖലയിലെ ജീവനക്കാർ രൂപീകരിക്കുന്ന ഒരു യൂണിയനാണ് ക്രാഫ്റ്റ് യൂണിയൻ. സോ അവരവരുടേതായിട്ടുള്ള തൊഴിൽ മേഖലകളിലൊക്കെ ഒരു യൂണിയനാണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. However, it does not matter in what industry or trade they are involved in. Such unions are popularly called horizontal unions. Underline cheyato. Such union are popularly called horizontal union. Craft union namakku popularly known as horizontal union. Okay. The main logic behind emergence of such unions is workers, especially of non-managerial nature. The same craft or profession have similar issues. Some examples of craft unions are drivers association, laborers association, etc. For craft union രണ്ട് എക്സാമ്പിൾ ആണ് drivers association, then laborers association. അപ്പൊ ഒരു സിമിലർ ആയിട്ടുള്ള മേഖലകളിൽ ഒരു കൂട്ടം ആളുകളെ കൂടി സിമിലർ ആയിട്ടുള്ള ഒരു ഫോമിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ എക്സാമ്പിൾ ആണ് ഇപ്പോ ക്രാഫ്റ്റിലാണെങ്കിലും സിമിലർ ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു യൂണിയൻ ആണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. Then popularly called horizontal union. Okay. ഇനി ക്രാഫ്റ്റ് യൂണിയനിൽ വരുന്നിരിക്കുന്ന രണ്ട് ടൈപ്സ് യൂണിയൻസ് ആണ്. ഓക്കെ, സോറി, രണ്ട് ടൈപ്പ് അല്ല കേട്ടോ, മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തേതാണ് ക്രാഫ്റ്റ് യൂണിയൻ. ദെൻ ഇനി ജനറൽ യൂണിയൻ. ക്രാഫ്റ്റ് യൂണിയൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. ജനറൽ യൂണിയൻ. General union emerged when the workers of any industry, location, job or occupations from a union in order to safeguard all interest of workers. ജനറൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ്. അത് ഇന്നൊരു ഓർഗനൈസേഷനിൽ മാത്രമായിട്ടുള്ള മെമ്പേഴ്സ് മാത്രമല്ല, ഇപ്പൊ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏത് ലൊക്കേഷൻ ആണെങ്കിലും ഏത് ജോബ് ആണെങ്കിലും അവരെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു യൂണിയൻ ആണ് ജനറൽ യൂണിയൻ. സോ ഈ ജനറൽ യൂണിയന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് പ്രൊട്ടക്ഷൻ ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് ജനറൽ യൂണിയൻ ഈസ് ജംഷഡ്പൂർ. ജംഷഡ്പൂരിലും ഒരു യൂണിയൻ ഉണ്ട്. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ജനറൽ യൂണിയൻ ആണ് ജംഷഡ്പൂരിലുള്ള ഒരു ജനറൽ യൂണിയൻ. സോ ഈ ജനറൽ യൂണിയനിൽ എല്ലാ ടൈപ്പ് ഏത് ഫോമിലാണെങ്കിലും ഏത് ഓക്യുപ്പേഷനിലുള്ള വർക്കേഴ്സ് ആണെങ്കിലും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ യൂണിയൻ, വ്യവസായികപരമായിട്ടുള്ള യൂണിയൻ. Industrial unions, when the workers from various categories of same industry join together to form a union. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ വേരിയസ് കാറ്റഗറീസിൽ വർക്ക് ചെയ്യുന്ന അവര് ഒന്നിച്ചുള്ള ഒരു യൂണിയൻ ആണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ. ഒരു സെക്ഷനിൽ മാത്രമല്ല, ഇപ്പൊ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പല സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ട് അല്ലെ. സോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു യൂണിയൻ ആണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ. Then such union is called industrial union or vertical union. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഇൻഡസ്ട്രിയൽ യൂണിയനെ മറ്റൊരു പേരാണ് വിളിക്കുന്നത് വെർട്ടിക്കൽ യൂണിയൻ. Then the reason behind such a union is that workers of the same industry working at different levels are guided under the set of same rules and regulations. അല്ലെ, അതായത് ഇപ്പൊ ഒരു എന്താണ് ഒരു സ്ഥാപനത്തില് ഒരു ഫോമില് വർക്ക് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ പല പല കാറ്റഗറീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവരുടെ എല്ലാവരുടെയും ഗൈഡും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അവരെ ഒരു യൂണിയൻ ആയിട്ട് നമുക്ക് രൂപീകരിക്കാവുന്നത്. അഡ്മിനിസ്ട്രേറ്റഡ് ബൈ സെയിം മാനേജ്മെന്റ് ഒരേ മാനേജ്മെന്റാണ് അവരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹാവ് ഓൾമോസ്റ്റ് ദ സെയിം പ്രോബ്ലം, എല്ലാം ഏകദേശം ഒരേ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. എക്സാമ്പിൾ ഓഫ് ദീസ് യൂണിയൻസ് ആർ ഗിനി കമ്പ യൂണിയൻ അറ്റ് ബോംബെ ആൻഡ് രാഷ്ട്രീയ മിൽ മസ്ദൂർ സംഘ്. രണ്ട് എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് ഇൻഡസ്ട്രിയൽ രണ്ട് യൂണിയൻസിന്റെ എക്സാമ്പിൾ ആണ്. ഒന്ന് ഗിമി കമ്പാർ യൂണിയൻ, ബോംബെയിലുള്ള ഒരു ഗിമി കമ്പാർ യൂണിയൻ ഉണ്ട് ഇൻഡസ്ട്രിയൽ യൂണിയൻ ആയിട്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ മിൽ മസ്ദൂർ സംഘ്. ഈ രണ്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് രണ്ട് ഇതുപോലെയുള്ള ഇൻഡസ്ട്രി യൂണിയൻസ്. അപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പല കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒരു യൂണിയൻ ആണ് ഇൻഡസ്ട്രിയൽ യൂണിയൻ. ഓക്കെ, ക്ലിയർ ആണോ ഇൻഡസ്ട്രിയൽ യൂണിയൻ എന്താണെന്ന്? വായിച്ചു നോക്കുക കേട്ടോ ഇൻഡസ്ട്രിയൽ യൂണിയൻ.
Complete ചെയ്തോ industrial union? Okay. Then last one, staff unions. These unions consist of both industrial and craft union. ഇവിടെ ഇൻഡസ്ട്രീസും ക്രാഫ്റ്റ് യൂണിയൻസിനും കൂടി അംഗങ്ങളാണ്. These unions generally employ members in positions like clerk, technician, supervisor, computer operators, then draftsman, managers, then etc. So ഇങ്ങനെയുള്ള ഇതിനകത്ത് എല്ലാ ടൈപ്പ് മീൻസ് എല്ലാ അംഗങ്ങളും അതിൽ മെമ്പേഴ്സ് ആണെന്ന്. അതായത് ഇപ്പോ എന്താണ് എന്താ ടെക്നീഷ്യൻ ആണെങ്കിലും സൂപ്പർവൈസർ ആണെങ്കിലും അങ്ങനെ ഇന്ന ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ മാത്രമല്ല എല്ലാ മെമ്പേഴ്സും സ്റ്റാഫ് യൂണിയൻസ് സ്റ്റാഫുകളായിട്ടുള്ള ഇപ്പൊ ഓരോ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ പല ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ പല ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പല ഇതിൽ വർക്ക് ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പല ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർ പല പൊസിഷൻസുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ. സോ അവരുടെ ഒന്നിച്ചിട്ടുള്ള ഒരു യൂണിയൻ ആണ് എന്ത് സ്റ്റാഫ് യൂണിയൻ എന്ന് പറയുന്നത്. Then employees working in a health and services are also permitted to join this union. Women are also active members of such union. ഇതില് വുമൻസും ഇതില് ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് അല്ലെ. വുമൻസും കൂടി ഇതിന് പ്രത്യേകം സ്റ്റാഫ് യൂണിയനിൽ അവർക്ക് കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വായിച്ചു നോക്കുക കേട്ടോ സ്റ്റാഫ് യൂണിയൻ. അപ്പൊ അതില് എല്ലാ ടൈപ്പ് അംഗങ്ങളും മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ ആണെങ്കിലും സൂപ്പർവൈസർ ആണെങ്കിലും കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രോപ്സ്മാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി കേട്ടോ. ഓഡിയോ വീഡിയോ അങ്ങനെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ളത് കേട്ടോ. ഡ്രാഫ്റ്റ്മാൻ കേട്ടോ. അറിയില്ലാത്തവരെ എഴുതി വെച്ചോളൂ കേട്ടോ. ഡ്രാഫ്റ്റ്മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ടെക്നിക്കൽ സ്കിൽസ് ഉള്ളത് ടെക്നിക്കൽ പരമായിട്ട് ഓഡിയോ വീഡിയോ അങ്ങനെയുള്ള എഡിറ്റിംഗ് അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്. ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ഫീൽഡിലുള്ളത് ഓഡിയോ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള ഫീൽഡുകൾ ഉണ്ടല്ലോ ടെക്നിക്കൽ പരമായിട്ടുള്ളത്. അതാണ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെക്കാൻ അറിയില്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ. ഓക്കെ കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. സോ നമ്മൾ ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആണ് പഠിച്ചത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ പർപ്പസിന്റെ ബേസിസിൽ നമ്മൾ ട്രേഡ് യൂണിയനെ റിഫോമിസ്റ്റ് യൂണിയൻ എന്നും ബിസിനസ് യൂണിയൻ എന്നും ഫ്രണ്ട്ലി ഓർ അഫ്ലിറ്റ് യൂണിയൻ എന്നും ദെൻ റെവല്യൂഷണറി യൂണിയൻസിന്റെ ബേസിസിൽ പൊളിറ്റിക്കൽ അനാർക്കിസ്റ്റ് predatory holder then guerrilla independent then membership in the structure like craft union general industrial and staff unions. Okay types complete ചെയ്തിട്ടുണ്ട്. clear ആണോ types? okay ആണല്ലോ types. then next one problems of trade union. trade union ന്റെ last section ആണ് ട്ടോ. complete ആയി trade union എന്നുള്ള ഒരു ഭാഗം. അതിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് ട്രേഡ് യൂണിയൻസിലെ പ്രോബ്ലംസ്. okay problems of trade unions. major problems which are faced by Indian trade unions are categorized below. ഇതൊക്കെയാണ് ട്രേഡ് യൂണിയൻസിലെ പ്രോബ്ലംസ്. political leadership of outside nature. political leadership. Most of the trade union in India have always got leadership from outside their system.
അല്ലെ? ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ട്രേഡ് യൂണിയൻസിലും പുറമേ നിന്നുള്ളൊരു ഔട്ട്സൈഡിൽ നിന്നുള്ളൊരു നേതൃത്വം ഓരോ യൂണിയൻസുകൾക്കും ലഭിക്കുന്നുണ്ട്. The leadership is drawn from different political parties. പല പൊളിറ്റിക്കൽ പാർട്ടീസുമാണ് ഓരോ ട്രേഡ് യൂണിയനുകളെ ലീഡർ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. Trade unions were brought into existence by political parties of India, which played a crucial role from outside lead of trade union. So, ഇതൊരു എന്താ പറയാ, the main problem, പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ with this affiliation is that political parties look their own interest rather than protecting workers' right and addressing their grievances. ഈ പുറമേ നിന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രേഡ് യൂണിയനുകളെ സ്വാധീനിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളെ ലീഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റുകൾ, പാർട്ടിയുടെ ഇൻട്രസ്റ്റുകൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് വർക്കേഴ്സിന്റെ റൈറ്റ്സോ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും അവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. മറിച്ച് എന്ത് ചെയ്യും, അവരവരുടെ പാർട്ടിക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത്, പാർട്ടിയുടെ താല്പര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമാണ്. വർക്കേഴ്സിനല്ല അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, മറിച്ച് പാർട്ടിക്കാണ് അവര് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ക്ലിയർ ആണോ? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ എന്താണ് പ്രശ്നമെന്ന്? അവരെന്ത് ചെയ്യുന്നു? പാർട്ടിയുടെ സ്വാധീനം അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, തൊഴിലാളികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. മൾട്ടിപ്പിൾ യൂണിയൻ. These are multiple unions both at the industry and at the plant levels. Plant levelsലും ഇൻഡസ്ട്രിയിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം യൂണിയൻസുകളുണ്ട്. These unions sometimes work for contradictory purpose and hence pose a grave threat to industrial harmony and peace. മൾട്ടിപ്പിൾ യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺട്രാക്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന യൂണിയൻസുകൾ. അതായത് ഒന്നിലധികം യൂണിയനുകൾ ഉണ്ടാവും, ഒന്നിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് പീസ്. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഹാർമണിനെയും ഒരു സമാധാനവും ഐക്യപരമായിട്ടുള്ളതിനെ ത്രെറ്റ് ചെയ്യുന്നു. അതിന് എന്താ പറയാ, അതിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു. മീൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പല യൂണിയൻസുകളാകുമ്പോൾ. This problem of multiple union arise when there are two or more trade unions in the same plant or industry. ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ two type trade unions വരും. They attempt to outdo each other and put rival claims on each other. Such unions compare with each other their functions. അപ്പോൾ ഒരു യൂണിയൻ എന്ത് ചെയ്യും, മറ്റേ യൂണിയന്റെ ഫംഗ്ഷൻസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. Such a situation arises due to the presence of various craft unions in an industry. Then a higher degree of negative impact as compared to positive impact is noticed on the employee-employee relation. So, ഒരു യൂണിയൻ മറ്റൊരു യൂണിയന്റെ ഫംഗ്ഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയി റിലേഷൻസ് നോട്ടിഫൈ ചെയ്യും. ഇമ്പാക്റ്റും പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നു, അവര് ചർച്ച ചെയ്യുന്നു. ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ യൂണിയൻസ്. ഓക്കെ, ഇപ്പൊ രണ്ട് ടൈപ്പ് യൂണിയൻസുകൾ മീൻസ് ഒന്നിലധികം, ഇപ്പൊ ഒരു ഫേമിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ തന്നെ രണ്ട് ടൈപ്പ് യൂണിയനുകൾ. അപ്പൊ എന്ത് ചെയ്യും,
ഒന്നിനെ കമ്പയർ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, അതിലുള്ള ആളുകളെ ഇതിനകത്തോട്ട് ആകർഷിക്കാനായിട്ട് പല കാര്യങ്ങളും അവർ തമ്മിൽ ചർച്ചകള്, എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റും എന്ത് ചെയ്യുന്നു, ചർച്ചകൾ ചെയ്യുന്നു. ഒന്നിലധികം യൂണിയൻസുകൾ വായിച്ചു നോക്കുക കേട്ടോ, മൾട്ടിപ്പിൾ യൂണിയൻ. വായിച്ചോ? ഓക്കെ, അപ്പൊ നമ്മള് പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയനിലെ 2 പ്രോബ്ലംസ് ആണ് നോക്കിയത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പും മൾട്ടിപ്പിൾ യൂണിയൻ. ഇനി യൂണിയൻ റിവൈലറിയിലെ പ്രോബ്ലംസ് തന്നെയാണ്. അതില് 2 ഡിഫറെന്റ് ആയിട്ട് ഇന്റർ യൂണിയൻ റിവൈലറിയും അതുപോലെ തന്നെ എന്താണ് ഇൻട്രാ യൂണിയൻ റൈവലറി. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിൽ ഇത്രയും മതിയോ? 2 പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ട്. കാരണം യൂണിയൻ റിവൈലറി പറയുമ്പോൾ അത് രണ്ടും പറയണം, എന്തായാലും അത് കംപ്ലീറ്റ് ആകുള്ളൂ. ഓക്കെ, ഇതിനൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ, അവിടം വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ എടുത്ത് അത്രയും നോക്കിയാണോ? മാക്സിമം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാതെ എന്താ പറയാ, ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം ട്രേഡ് യൂണിയൻ ആണ്, അപ്പൊ അത് എന്താ പറയാ, ചിലപ്പോ ഈ സമയത്ത് ചിലപ്പോ ഒരു ബോറിംഗ് ഉണ്ടാകും, ചിലപ്പോ മനസ്സിലാവാത്തത് പോലെയൊക്കെ തോന്നാം. കാരണം പെട്ടെന്ന് മനസ്സിലോട്ട് എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. എങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനൊന്ന് മനസ്സിലാക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആകും. ഒരുപാട് എന്താ പറയാ തിയറി രീതിയിലോട്ട് ഞാൻ പറയാറില്ല. മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെയാണോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ എളുപ്പം മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്രാഫ്റ്റ് യൂണിയനിലെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ലേ, അത് ഏതായിരുന്നു? ക്രാഫ്റ്റ് യൂണിയൻ അല്ലേ? ഓക്കെ ഓക്കെ. ക്രാഫ്റ്റ് യൂണിയനിലെ 3rd ലൈനിൽ നോക്കാം. 3rd പോയിന്റ് കണ്ടോ? സച്ച് യൂണിയൻസ് ആർ പോപ്പുലർലി കോൾഡ് ഹൊറിസോണ്ടൽ യൂണിയൻ. ക്രാഫ്റ്റ് യൂണിയൻ തന്നെ ഹൊറിസോണ്ടൽ യൂണിയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, Miss.